കഴിഞ്ഞ 2 ദിവസമായി അതായത് ഞായറാഴ്ച മുതൽ ആയൂർ ഓർത്തഡോക്സ് പള്ളിയിലെ സംഘർഷമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ഹാൻഡിലുകളിൽ ചർച്ചാ വിഷയം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ശുശ്രൂഷക്കാരനായ തോമസിനെ ട്രസ്റ്റിയും സെക്രട്ടറിയും അടങ്ങുന്ന ഭരണസമിതിക്കാർ മദ്ബഹയിൽ കയറുന്നതിന് തടസ്സം പറയുകയും കയ്യേറ്റം ചെയ്യുന്നതുമാണ്. അതും വികാരി വർഗീസ് കോശി അച്ഛന്റെ സാന്നിധ്യത്തിൽ. തോമസിനെ തടയുന്നവർ കാരണമായി വിളിച്ചു പറയുന്നുണ്ട് ഇയാളെ 2 വർഷമായി മദ്ബഹയിൽ നിന്ന് മുടക്കിയിരിക്കുകയാണെന്ന്. അങ്ങനെ ഒരു അംഗത്തിനെതിരെ ശിക്ഷണ നടപടി എടുക്കാൻ പൊതുയോഗത്തിനോ മാനേജിംഗ് കമ്മിറ്റിക്കോ ഇടവക വികാരിക്കോ അധികാരമുണ്ടോ? വളരെ സമാധാനപരമായി തീർക്കേണ്ട കാര്യം ഇങ്ങനെ ആയിരുന്നു ഒരു വികാരി കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. 1934 ഭരണഘടനയുടെ 6 മുതൽ 23 വരെയുള്ള വകുപ്പുകളാണ് ഇടവക യോഗത്തെക്കുറിച്ച് പറയുന്നത്. ഒരു ഇടവക അംഗത്തിനെതിരെ ഇടവക യോഗത്തിന് ശിക്ഷണ നടപടി എടുക്കണമെന്ന് ഇതിൽ ഏതെങ്കിലും വകുപ്പിൽ പറയുന്നുണ്ടോ? പരസ്യമായ ഒരാൾക്കെതിരെ ആ യോഗത്തിൽ സംസാരിക്കുന്നത് പോലും കുറ്റകരമല്ലേ? 24 മുതൽ 31 വകുപ്പ് വരെയാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാര അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇതിൽ അങ്ങനെ ഒരു ശിക്ഷാ നടപടി മാനേജിംഗ് കമ്മിറ്റി എടുക്കാമെന്നും പറയുന്നില്ല. 32 മുതൽ 37 വരെ ക്രൈസ്ത്യാനിയുടെയും 38 മുതൽ 44 വരെ വികാരിയുടെയും അധികാര അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു. ഇവിടെങ്ങും അത്തരമൊരു തീരുമാനം എടുക്കാമെന്ന് പറയുന്നില്ല. കൂടാതെ കൈക്കാരന് അതായത് ട്രസ്റ്റി ഒരു വ്യക്തിയെ കയ്യേറ്റം ചെയ്യാമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. 63 മുതൽ 69 വരെയാണ് ഇടവക മെത്രോപൊളിത്തായുടെ അധികാരാവകാശങ്ങൾ. 65 പറയുന്നത് വിശ്വാസം, പട്ടത്വം, ഡിസിപ്ലിൻ. ഇത് സംബന്ധിച്ച സംഗതികൾ മലങ്കര എപ്പിസ്കോപ്പൽ സുന്നഹാദോസിന്റെ നിശ്ചയങ്ങൾക്ക് അനുസ്മരണമായി ഇടവക മെത്രോപൊളിത്തായിൽ നിക്ഷിപ്തമാകുന്നു എന്നാണ്. ഇക്കാര്യത്തിൽ ഇടവക മെത്രോപൊളിത്തായിക്കും സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ഇവിടെ പറയുന്നത്. ഇക്കാര്യത്തിൽ ഇടവക മെത്രോപൊളിത്തായിക്കും സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നല്ലേ ഇവിടെ പറയുന്നത്. എന്നാൽ ഒരു അൽമായനെതിരായ പരാതികളും വിധികളും വകുപ്പുകളും 115ലും 116ലും പറയുന്നുണ്ട്. ഭദ്രാസന കൗൺസിലിൽ കൊണ്ടുവന്ന കൗൺസിലിന്റെ ശുപാർശയോടുകൂടി മാത്രമേ പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ പറ്റൂ. അപ്പോഴും ഡിസിപ്ലിൻ എടുക്കാനുള്ള അധികാരം അവിടേക്കും മെത്രോപൊളിത്തായിക്കും നൽകുന്നില്ല. വീണ്ടും 128 എടുത്തു പറയുന്നു വിശ്വാസം, പട്ടത്വം, ഡിസിപ്ലിൻ എന്നിവയെ ബാധിക്കുന്ന യാതൊരു നിശ്ചയവും പാസാക്കുന്നതിന് ഇടവക യോഗത്തിനോ ഇടവക മാനേജിംഗ് കമ്മിറ്റിക്കോ മെത്രാസന ഇടവക യോഗത്തിനോ മെത്രാസന കൗൺസിലിനോ മലങ്കര അസോസിയേഷനോ മലങ്കര അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിക്കോ അധികാരം ഇല്ലാത്തതാക്കുന്നുവെന്ന്. അപ്പോൾ പള്ളി ഭരണകർത്താക്കൾ ഇടവക വികാരിയുടെ സാന്നിധ്യത്തിൽ അവിടെ കാട്ടിക്കൂട്ടിയത് ശുദ്ധ തെമ്മാടിത്തരമല്ലേ? പൊതുയോഗ തീരുമാനമുണ്ടോ എന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചാൽ അവരവിടെ ലോ ആൻഡ് ഓർഡർ മാത്രമേ പോലീസിന് നോക്കാൻ പറ്റൂ. അവർക്ക് ഭരണഘടന അറിയില്ല. അതുകൊണ്ട് തന്നെ തോമസിനെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം. വികാരി വർഗീസ് കോശി അച്ഛനെയും പ്രതി ചേർക്കണം. അദ്ദേഹം ഇതിനെല്ലാം പിന്തുണ കൊടുത്ത് കയ്യും കെട്ടി മൗനമായി നിന്ന് വീക്ഷിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലെ പല വീഡിയോകളിലും കാണാം. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും തെറ്റുകാരൻ വികാരി വർഗീസ് കോശി അച്ഛൻ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ആദ്യം ശിക്ഷാ നടപടി എടുക്കേണ്ടത്. ഈ പള്ളി അദ്ദേഹം ഭദ്രാസന മെത്രോപൊളിത്തായുടെ കയ്യും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞു സ്ഥലം മാറ്റി വാങ്ങി വന്നതാണ്. വീട് പണി നടക്കുന്നതിനാൽ താമസിക്കാൻ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് പാഴ്സനേജിലുള്ള ഒരു പള്ളി വേണം, മുന്തിയ നിരയിലുള്ള പള്ളി വേണമെന്നൊക്കെ പറഞ്ഞ് സഹതാപത്തിന്റെ ഒതുക്കത്തിൽ വാങ്ങിച്ചെടുത്ത ഈ പള്ളിയാണിത്. ഇദ്ദേഹം നിലവിൽ ഭദ്രാസന കൗൺസിൽ അംഗമാണ്. ഈ പള്ളിയിൽ മറ്റൊരു കൗൺസിൽ അംഗം കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സാണ്. വികാരിക്ക് മാറി നിന്ന് പ്രത്യക്ഷത്തിൽ വരാതെ അടിയിലൂടെ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ഇയാളാണ്. ഇവിടെ 2 വർഷം മുമ്പേ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസവും 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിഭാഗീയ പ്രവർത്തനവും നടക്കുന്നുണ്ട്. പള്ളിപ്പെരുന്നാളിൽ പങ്കെടുക്കാത്തവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതും ആയൂരിൽ തന്നെ മറ്റൊരു ഇടവകയിലേക്കുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗത്തിനെ കഴുത്തിന് അളവെടുത്തതും കൈവിരൽ പിടിച്ചൊടിച്ചതും പെട്ടെന്നൊന്നും ആയൂർ പള്ളിക്കാർ മാത്രമല്ല പരിസരവാസികളും മറക്കാൻ സമയമായില്ല. ഇടവക മെത്രോപൊളിത്ത ഡോക്ടർ ഗാബ്രിയൽ മാർ ഗിഗോറിയസ് തിരുമേനിയായിരുന്നു. തിരുമേനി എത്തി വിശുദ്ധ കുർബാനയ്ക്കും ഇടവക ദിന ചടങ്ങുകൾക്കും പ്രാർത്ഥനകൾ ആരംഭിക്കുന്ന അവസരത്തിലാണ് പ്രശ്നം ആരംഭിക്കുന്നത്.
സോഷ്യൽ മീഡിയയിലെ വാർത്തകളും ചിത്രങ്ങളും തലക്കെട്ടുകളും മെത്രോപൊളിത്ത കയ്യാങ്കളി നടത്തിയെന്ന രീതിയിൽ വരെ എത്തിച്ചു. അതിനായി മനഃപൂർവ്വം വികാരിയും ഭരണസമിതിയും തിരക്കഥ തയ്യാറാക്കി നടത്തിയ ഗുണ്ടാ വിളയാട്ടായിരുന്നു അരങ്ങേറിയത്. ദൈവഹിതമില്ലാത്ത പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ തിരുമേനി പള്ളിയിൽ നിന്ന് പോയി. വികാരി വർഗീസ് കോശി അച്ഛനും ഭദ്രാസന വിഘടനവാദികളും ചേർന്ന് ഒരു ദേവാലയത്തെ എത്രത്തോളം കുഴിച്ച് കുളം തോണ്ടാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. ഒരു മെത്രോപൊളിത്തായെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ വിശ്വാസ സമൂഹത്തെ വഴിതെറ്റിച്ചതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഭദ്രാസന കൗൺസിലിനും സെക്രട്ടറിക്കുമാണ്. പാളയം സെന്റ് ജോർജ് പള്ളിയിൽ ഇതിന്റെ മറ്റൊരു വശമാണ്. ഈ അധികാര കൊതിയന്മാരെ ഇനിയും എന്തിന് ഭദ്രാസനം ചുമക്കണമെന്നും ഭദ്രാസനത്തിലെ വിശ്വാസികൾ ചോദിച്ചു തുടങ്ങി. വരും നാളുകളിൽ ഇനി ഭദ്രാസനത്തിലെ പള്ളികളിൽ ഇവരെ പോലെ ചീങ്കണ്ണികൾ ഇരപിടിക്കുന്നതിനായി കാത്തിരുന്ന് വിഘടന പ്രവർത്തനങ്ങൾ നടത്തും. തമ്മിൽ തെറ്റിച്ച് വൈരാഗ്യ ബുദ്ധിയോടെ ഭദ്രാസനത്തെ പിളർത്തുവാനുള്ള നീക്കവുമായി നടക്കുന്ന ഈ നികൃഷ്ട ജീവികളെ തുടച്ചു നീക്കണം. ഇടവക മെത്രോപൊളിത്തായെ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമായ ഈ സംഭവ വികാസങ്ങൾ വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ സഭയോടും ശ്രേഷ്ഠ പൗരോഹിത്യത്തോടും വികാരി ചെയ്തത് ഈ അനീതിക്കെതിരെ നടപടിയെടുക്കണം. പാളയം മോഡൽ ഭരണസമിതിയുടെ തേർവാഴ്ചയിൽ ഇന്ന് തലസ്ഥാനത്ത് വിശ്വാസികളും പള്ളികളും തമ്മിൽ ചേരിതിരിയുന്നത് പോലെ കിഴക്കൻ മേഖലയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം.